ഇന്ത്യൻ രാഷ്ട്രീയം വല്ലാതെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ, അതായത് ഇപ്പോഴത്തെ പ്രസന്റ് പ്രശ്നം അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോട്ട് കച്ചവടമാണോ? ആരാണ് ഇതിനകത്തിലെ യഥാർത്ഥ പ്രതികൾ? ഇതിപ്പോ മാത്രം തുടങ്ങിയ കാര്യങ്ങളാണോ? ഇതെന്തുകൊണ്ടാണ് ഇതുവരെ പിടിക്കപ്പെടാതിരുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. സോ ഇതിനെ പറ്റിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ആണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പൊ ബീഹാറിലെ ഒരു ഇഷ്യൂ കറന്റ് പറയുന്നുണ്ട്. അതിനകത്തില് ഏകദേശം ഒരു 65 ലക്ഷത്തോളം വോട്ടിന്റെ ഒരു കേസൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ മാത്രം തുടങ്ങിയ കാര്യമാണ്, ഒരിക്കലും അല്ല. ഇപ്പൊ BJP സംഘടിതമായിട്ട് ഇപ്പൊ ചെയ്തു തുടങ്ങിയ ഒരു പ്രശ്നമാണെന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. ഒരിക്കലും അല്ല. പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന ടൈമിലും അതിന് മുമ്പത്തെ ടൈമിലും ഒക്കെ ചെറിയ ചെറിയ രീതികളിൽ, അതായത് സംഘടിതമല്ലാത്ത രീതിയിൽ അങ്ങിങ്ങായിട്ട് ഈ ഒരു പ്രശ്നം നിലനിന്നിരുന്നു. പലയിടത്തും വോട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരു ഇലക്ഷൻ ടൈമിൽ തന്നെ 2 വോട്ട് 3 വോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ, വലിയൊരു നമ്പറിലോട്ടൊന്നും പോകാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ തിരിച്ചൊരു ഒപ്പോസിഷനോ അല്ലെങ്കിൽ തിരിച്ചൊരു സിസ്റ്റമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. ഇതിനകത്ത് നമുക്ക് തുറന്നു കാട്ടപ്പെടുന്നത് അസംഘടിതമായ കോൺഗ്രസിന്റെ ഒരു സംഘടനയുടെ പ്രശ്നമാണ്. അതായത് കോൺഗ്രസ് വർഷത്തോളം ഇന്ത്യ ഭരിച്ചിരുന്ന ടൈമിൽ നിന്ന് എങ്ങനെ പോയാലും ഭരണം കിട്ടും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ ഒരു തോന്നല് മുമ്പോട്ട് വന്നപ്പോൾ, പ്രവർത്തകർക്കിടയിൽ വന്നപ്പോൾ സംഘടന വല്ലാണ്ട് ശോഷിച്ചു. അതായത് പ്രവർത്തിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു. പ്രവർത്തിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പലയിടത്തും എങ്ങനെ പോയാലും ജയിക്കുമല്ലോ എന്നൊരു തോന്നൽ വന്നു. അപ്പൊ അതിനെ ശരിയാക്കാനോ എടുക്കാനോ ഒന്നും ആരും നോക്കിയില്ല. എല്ലാരും മാക്സിമം അവരുടേതായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ മുമ്പോട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ സംഘടന ദുർബലമായി. പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഉണ്ടായ ജീർണിച്ച അവസ്ഥയിലോട്ട് ആ ഒരു സംഘടന എത്തിയത് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഓപ്പോസിഷൻ, ഇപ്പം BJP ഫോം ചെയ്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലോട്ട് വന്ന ഏകദേശം ഒരു 1990 തൊട്ടുള്ള അവരുടെ പ്രയത്നമാണ് ഈ 2014 വന്ന് ഭരണം കിട്ടിയത്. അപ്പൊ അത്രയും വർഷം അവര് ഇപ്പൊ RSSന്റെയും അത് മറ്റ് ഹിന്ദു സംഘടനകളുടെയും അതേപോലെ തന്നെ BJPയുടെ സിസ്റ്റം എല്ലാം ഉപയോഗിച്ചിട്ട് അവരുടെ പ്രചാരകന്മാരും ആൾക്കാരും ഒക്കെ ആയിട്ട് ഓരോ ദേശത്തെ അവര് ഇവാലുവേറ്റ് ചെയ്ത് പഠിച്ച് കൃത്യമായിട്ട്, പിന്നെ അവിടെ ഈ പറയുന്ന പോലെ ഇതൊന്നും ആരും ചോദ്യം ചെയ്യില്ല എന്നൊരു സിസ്റ്റം മനസ്സിലാക്കി ഓൾറെഡി ഇത് അസംഘടിതമായ രീതി ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. പല ചെറിയ പാർട്ടികളും അതേപോലെ ഇപ്പൊ കോൺഗ്രസിനകത്താണെങ്കിലും അവരൊക്കെ ഇത് ഒരു പക്ഷെ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതിനെ ഒരു സംഘടിത ഫോർമാറ്റിലോട്ട് അവർ ചേഞ്ച് ചെയ്തു. സംഘടിത ഫോർമാറ്റിലോട്ട് ഇതിനെ ചേഞ്ച് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്തു. അതായത് ഇപ്പൊ ഒരാളെ കൊണ്ട് തന്നെ പലയിടത്ത് വോട്ട് ചെയ്യിക്കുക, അതേപോലെ തന്നെ ഒരു ചെറിയ റൂമിൽ ഒരു വാടക കിട്ടുക, റൂം നമ്പർ കാര്യങ്ങൾ എടുത്തെങ്കിൽ ഈ രീതിയിൽ കിട്ടാവുന്ന ഒരു സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല, ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഒരു സംഘടിതമായി വലിയൊരു സിസ്റ്റമാക്കി മാറ്റി ഒരുപാട് വോട്ടുകൾ ആ രീതിയിലോട്ട് ക്രമക്കേടുകൾ പ്രകാരം നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തില് നടത്തിയവർ എപ്പോഴും, അതിപ്പോ ആരാണെങ്കിലും അവര് കുറ്റക്കാരാണ്, അവർ ശിക്ഷിക്കപ്പെടണം, അത് തിരുത്തപ്പെടണം, ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, അതേപോലെ തന്നെ ഇനി ഒരു ഇലക്ഷൻ ഈ രീതിയിൽ നടത്തുകയും ചെയ്യരുത്. ഈ ഒരു 5 കാര്യത്തിനകത്ത് നമുക്ക് ഒരു മാറ്റവും ഇല്ല. അത് ഫ്രീക്വന്റ് ആയിട്ട് ആ രീതിയിൽ തന്നെ നടക്കണം എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. പക്ഷേ ഒരു സിസ്റ്റം ഫെയിലിയർ ആയത്, ഈ ഫെയിലിയർ ആക്കിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് അതിന്റെ നിന്ന് പുറമോട്ട് മാറി നിൽക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. പിന്നെ ഇത്രയും സംഘടിതമായ ഒരു കാര്യങ്ങൾ ചെയ്തു, അതിനെ ഇപ്പം ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി മുമ്പോട്ട് വന്നു. അതിനകത്തൊരു നിയമം ഉണ്ടായിരുന്നു, 45 ദിവസത്തിനകത്ത് തെളിയിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ഇലക്ഷൻ വരെ റദ്ദാക്കാം, തെരഞ്ഞെടുത്ത പ്രതിനിധികളെ വേണമെങ്കിൽ റദ്ദാക്കാം, വീണ്ടും ഒരു ഇലക്ഷൻ നടത്താം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യം പോയ വഴികളിലൊന്നും അദ്ദേഹത്തിന് അറിയാമെങ്കിലും കൃത്യമായ പ്രൂഫ് എടുക്കാനോ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പോകുന്നത്, ഇപ്പൊ BJP അല്ലെങ്കിൽ കോൺഗ്രസിനെയും കുറ്റം പറയുന്നതിനെക്കാട്ടിലും ആ കമ്മീഷന്റെ ഒരു സ്വീകാര്യതയും കമ്മീഷന്റെ ഒരു സുതാര്യതയും, ഇന്ത്യയിലെ ഏറ്റവും വലിയ, അതായത് ജനാധിപത്യം
കൈകാടുന്ന ഏറ്റവും പരമോന്നതമായ ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജുഡീഷ്യറി ആണെങ്കിലും അതേപോലെ തന്നെ ബാക്കി എല്ലാ സിസ്റ്റത്തെക്കാട്ടിലും ജനങ്ങളുടെ വിശ്വസ്തത കാര്യങ്ങള് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഐഡന്റിക്കൽ ആയിട്ട് നമുക്കൊരു എവിഡൻസ് ആയിട്ട് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ഷൻ കമ്മീഷൻ. അതിനകത്തില് പ്രതിപക്ഷ നേതാവുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, അതേപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയുണ്ട്. ഈ 3 പേരുടെ പാനലാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നിഷ്പക്ഷമായിട്ടൊരു ലെവലിലോട്ട് ഒരിക്കലും പോകത്തില്ല. കാര്യം സുപ്രീം കോടതി ജഡ്ജിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉള്ളതുകൊണ്ട് ഭരണപക്ഷത്തിന് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മോദി സർക്കാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി എന്ന് പറയുന്ന ആളെ മാറ്റിയിട്ട് സർക്കാരിനെ തന്നെ നിയമിക്കാൻ പറ്റുന്ന ഒരാളെ അതിനകത്ത് വെച്ചു. കൃത്യമായിട്ട് അമിത്ഷാ തന്നെ അവിടെ പ്ലേസ് ചെയ്തു. അപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു വോയിസ് അവിടെ ഇല്ലാണ്ടാക്കി. ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതായത് 3-ൽ 2 പ്രതിനിധികള് ഈ പറയുന്ന രീതിയിൽ എന്താ ഭരിക്കുന്ന പാർട്ടിയുടെ BJP തന്നെ ആളുമായി, മറ്റേ ഒരാള് അപ്പൊ മറ്റേ ആള് പേരിനുണ്ട് എന്ന രീതിയിലോട്ട് മാത്രമായി. അങ്ങനെ തെരഞ്ഞെടുത്ത ഇലക്ഷൻ കമ്മീഷണർ വന്നു. ആദ്യം ഒരാൾ വന്നു, അദ്ദേഹം 2019 അദ്ദേഹം ഇത് ചെയ്തു, രാജിവെച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന ആള് രാജിവെച്ചു. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റം ഫെയിലിയർ ആവുന്ന അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ, ഈ ക്രമക്കേടുകൾ നടക്കുന്നവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരതിന് അടിയറവ് വെച്ചു. ഇപ്പൊ നിൽക്കുന്ന കമ്മീഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ വെറുതെ ഒരു പാവ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിന്റെ എല്ലാ വിശ്വസ്തതയും അതിനകത്തില് പരമോന്നതമായിട്ട് അംബേദ്കർ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ ഐഡിയോളജികളും തെറ്റാണ്. അതിപ്പോ അതൊന്നും കീപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ട്രസ്റ്റ് മീൻസ് അതിന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് സംഘടിതമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷനെ വരെ കൂട്ടുകിടത്തി ഇലക്ഷൻ കമ്മീഷനെ BJP മറ്റൊരു NDAയുടെ ഒരു മുന്നണി അംഗമാക്കി മാറ്റുന്ന ലെവലിലോട്ട് എത്തിയിരിക്കണം. അത്രയ്ക്ക് വില കുറഞ്ഞ രീതിയിലോട്ട് ഇനിയിപ്പോ ജുഡീഷ്യറിയും കൂടെ വന്നു കഴിഞ്ഞാൽ, ആ ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ, ജുഡീഷ്യറി തന്നെ ഒരുപാട് ക്രമക്കേട് നമുക്ക് ഇതുവരെ കേൾക്കാത്ത ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ജുഡീഷ്യറി പാടിന്ന്, എസ്പെഷ്യലി സുപ്രീം കോടതികളിലൊക്കെ ഒരു ഭാഗത്തുനിന്ന് ഇപ്പം സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ, ലോകത്തെ 140 കോടി ജനങ്ങൾ അണിനിരത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അതുപോലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനും ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. അപ്പൊ ഇത് മാറ്റണം. ഇതിനകത്ത് ഒരു മാറ്റവും. ഈ സംഭവം നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. ഇത് ചെയ്തവര് തെറ്റുകാരാണ്. അവരെ കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെടണം. പറ്റിക്കഴിഞ്ഞാൽ ഇനിയും വരുന്ന ഇലക്ഷൻ എല്ലാം കൃത്യമായിട്ട് മറ്റൊരു രീതിയിലോട്ട് നടത്തണം. അതായത് പണ്ടത്തെ കൊണ്ട് ബാലറ്റ് എടുത്ത് നല്ല സമയത്ത് ചെയ്താലും കുഴപ്പമില്ല, ആ രീതി തന്നെ കുറ്റമറ്റതായിട്ട് നടത്തണം. ഇരട്ട വോട്ടുകൾ ഒഴിവാക്കണം. മറ്റ് രാജ്യക്കാർക്ക് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നായാലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ ഒരുപാടായിട്ട് വരുന്നുണ്ട്. അവരെ ഒന്നും ആഡ് ചെയ്യാനും പാടില്ല. നമ്മുടെ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരഞ്ഞെടുക്കുക, അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ ആവശ്യപ്രകാരം തിരഞ്ഞെടുക്കുന്നവർ തന്നെ ഇന്ത്യ ഭരിക്കണം. ഇതിനകത്തൊരു മാറ്റമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, സുരേഷ് ഗോപിയെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാം. തൃശ്ശൂര് കൃത്യമായിട്ട് മീൻസ് അവർ സംഘടിതമായിട്ട് അവരത് ഓപ്പറേറ്റ് ചെയ്തു. അതിനകത്തില് ഓക്കെ, അവർക്ക് ജയിക്കണമായിരുന്നു. അവർ സംഘടിതമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തു. അവര് നല്ലൊരു ആൾക്കാരെ മീൻസ് വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നൈസായിട്ട് കുത്തിച്ചേർത്തു. അപ്പൊ അതിനകത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതും ഒരു തെറ്റാണ്. സംസ്ഥാന സർക്കാരിനും അതിനകത്തൊരു പങ്കുണ്ട്. അവരറിയാതെ മിണ്ടാതിരുന്നത് ഒരു തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അത് ഓപ്പറേറ്റ് ചെയ്തു, അത് തെറ്റാണ്. അത് ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുന്നതിന്, ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ചെയ്തിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണല്ലോ എല്ലാവരും ഇത് പൊക്കിയെടുത്തു വന്നത്. അത് ചെയ്തെങ്കിൽ അവരുടെ മിടുക്കെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ല ഇപ്പൊ എന്ത് പറയാൻ. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് തിരുത്തപ്പെടണം. നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ തൃശ്ശൂരിൽ നടന്നതും ഞാൻ മുമ്പ് മറ്റേടത്തെല്ലാം നടന്ന പോലെ തന്നെ ഒരു കറക്റ്റായ ഒരു പ്രക്രിയ അല്ല. അപ്പൊ ഇതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു കണക്ക് പ്രകാരം ഒരു 20-25% ആൾക്കാർക്ക് മാത്രം താല്പര്യമുള്ള ഒരു ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ബാക്കി അത്രത്തോളം ആൾക്കാരും ഇതിനെ എതിർക്കുന്നു. പക്ഷെ മറ്റവർ കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടും അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടും അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടും
അവർ സിസ്റ്റം മൊത്തം അവർ കൈയടക്കി വെച്ചേക്കുന്നതുകൊണ്ട് ബാക്കി 75% ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു. സോ ഈ 75%-നോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും വായടച്ച് മിണ്ടാതിരുന്ന് ഇങ്ങനെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഉളുപ്പില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ബാക്കി 25%-നോട് കൈയടിക്കുക എന്നല്ല, ഒന്നും പറയാനില്ല. നിങ്ങളുടെ പ്ലാനിങ്, നിങ്ങൾ ഇത്രയും വർഷം ഇതിനു വേണ്ടി നിന്നത് എല്ലാം വളരെ വളരെ നീറ്റായിരുന്നു. നിങ്ങൾക്ക് ഇനി ഇത് ചലഞ്ച് ചെയ്ത്, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങൾ ലോകത്തെ കൈയടക്കാൻ തക്കോണോ ഒരു ബുദ്ധി, വൈഭവോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ബിസിനസ്സിലൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടോപ്പ്. ഞാൻ പണ്ട് പലരോടും എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. BJP എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബിസിനസ് പാർട്ടിയാണ്. അവരുടെ എക്സിക്യൂഷൻ, അവരുടെ കാര്യങ്ങൾ, അവരുടെ പ്ലാനിങ്, ഒരാളെ ചിന്തിക്കുന്നത് അന്നത്തെ ദിവസം അവിടുത്തെ സംഘടന ഉള്ള എല്ലാവരും ഒരേപോലെ ചിന്തിക്കും. എല്ലാവരും കൂടി ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവരുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട്, അത്ര വിജിലന്റ് ആയിട്ടാണ് അവർ മുമ്പോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിനെ മാറ്റിമറിക്കുന്ന രീതിയിലോട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. നല്ലതാണ്, അങ്ങനെ കട്ടയ്ക്ക് കേട്ടെ. എന്നാലേ കറപ്ഷനും കാര്യങ്ങളൊക്കെ കുറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടും എന്നൊരു ഇത് വരുള്ളൂ. നല്ല ഇത് തന്നെ വരട്ടെ. അപ്പൊ BJP നല്ലൊരു ബിസിനസ് ഓറിയന്റഡ് പാർട്ടിയാണ്. അവർക്ക് ആ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് കണ്ട് മറ്റു പാർട്ടികൾ പഠിക്കട്ടെ, എന്നിട്ട് തെറ്റിനെ കുറയ്ക്കട്ടെ. എല്ലാവരും കറപ്ഷൻ ഒഴിവാക്കിയിട്ട് ജനാധിപത്യം വന്ന് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം വരണം. അതുകൊണ്ട് ആ 75% ആൾക്കാർ ഇനിയെങ്കിലും വാ തുറന്ന് ശബ്ദിക്കുക, അല്ലെങ്കിൽ ശബ്ദിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇതാണ് ഈ ഇത്രയും പ്രശ്നത്തെ പറ്റിയുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ഇനി ഇതിനെപ്പറ്റി വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അത് വരും വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇതിനെപ്പറ്റി ഞാൻ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമായിട്ട് ഉടനെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ്, നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇത് ബാക്കിയുള്ളവർ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ സാധനം എത്തിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. സോ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.